എന്താണ് ബ്രേക്ക്ഫാസ്റ്റ്, എന്താണ് ലഞ്ച് എന്നുള്ള നമ്മുടെയൊക്കെ ഒരു ആശങ്കയാണല്ലേ. അപ്പോൾ ഇന്ന് നമുക്ക് ഇഡലിയും ദോശയും പുട്ടും ഇടിയപ്പമൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി നോക്കൂ. ഈ ജീരകാപ്പം ബേക്കിംഗ് സോഡയോ ഈസ്റ്റോ ഒന്നും ചേർക്കാതെ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം. നല്ല സോഫ്റ്റാണ്, കറിയൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ്. ഒരു കപ്പ് പച്ചരി ഞാൻ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഒരു 3 പ്രാവശ്യം കഴുകിയതാണ് കേട്ടോ. അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഞാനതൊന്ന് കുതിരാൻ വെച്ചിട്ടുണ്ട്. വൈകിട്ട് 4 മണിക്കാണ് ഞാനിത് വെള്ളത്തിലിട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു 8 മണിയാകുമ്പോഴേക്കും ഒരു 4 മണിക്കൂർ കഴിയുമ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ദേ നോക്കൂ, ഇപ്പോൾ നമുക്ക് ഒരു 8 മണിയായ സമയമായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിതിൻ്റെ വെള്ളമൊക്കെ മാറ്റി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം കളയരുത് കേട്ടോ, നമ്മൾ ഈ കുതിരാനിട്ടിരിക്കുന്ന വെള്ളം കളയരുത്. അതുകൊണ്ട് വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ദേ നോക്കൂ, ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ തേങ്ങ അതേ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരയല്ല, ഒരു 1/4 കപ്പ് പൊന്നിയരിയുടെ ചോറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ചോറാണേലും എടുത്തു കൊടുക്കാം. ഇനി ചെറിയ ഉള്ളിയാണ് ചേർക്കുന്ന. ഒരു 5 കഷ്ണം ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു വലിയ സ്പൂൺ അളവിൽ ജീരകം ചേർക്കുന്നുണ്ട്. അപ്പോൾ ജീരകപ്പം എന്ന് പറയുമ്പം ഇതിനകത്ത് ജീരകം മസ്റ്റായിട്ട് ചേർക്കണം. ജീരകം ഒരു വലിയ സ്പൂൺ തന്നെ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി അരി കുതിർത്തെടുത്ത വെള്ളം അത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടിത് അരച്ചെടുക്കണം. അപ്പോൾ നല്ല മഷി പോലെ തന്നെ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം നല്ല കറക്റ്റാണ് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് വെള്ളമൊന്നും ഉടനെ ഒന്നും ചേർക്കുകയൊന്നും വേണ്ട. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതുപോലൊരു ബൗളിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ബേക്കിംഗ് സോഡയോ ഈസ്റ്റോ ഒന്നും ചേർക്കുന്നില്ല. ഇങ്ങനെ തന്നെ ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പ്, അതായത് ഒരു ചെറിയ സ്പൂണിൽ ഉപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതെടുത്തിട്ട് ഇനി അതിലേക്ക് ഒരു 1/2 സ്പൂൺ പഞ്ചസാരയും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്ക് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഇപ്പം ഇത് നല്ല വണ്ണം ലൂസായിട്ടാണ് ഇരിക്കുന്നത് നമ്മുടെ മാവ്. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നൈറ്റ് ഫുള്ള് അടച്ചു വെക്കണം. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ അപ്പം ഉണ്ടാക്കുന്ന പ്രോസസ്സ് തന്നെയാണ്. അപ്പത്തിന് നമ്മൾ ചില സമയത്ത് കപ്പി കാച്ചിയെടുക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഈസ്റ്റ് ചേർത്തെടുക്കും. ഇതൊന്നും ചേർക്കുന്നില്ല. അതായത് നമ്മളല്ലാതെ ഉണ്ടാക്കി എടുക്കുന്നതാണ്. അപ്പം ഞാനിതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പം രാവിലെ ആകുമ്പോൾ നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ മാവ് നന്നായിട്ട് ടൈറ്റായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ നന്നായിട്ട് ടൈറ്റ് ആവുമെന്ന്. അപ്പോൾ നമ്മൾ തവി കൊണ്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ അറിയാം. അതായത് ഇത് ഈ മാവൊന്ന് പീസായിട്ടാണ് ഇത് വീഴുന്നത്, കണ്ടല്ലോ. അപ്പോൾ വെള്ളം വളരെ കുറവാണ്. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ലൂസാക്കി എടുക്കണം. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് ഈ മാവ് ഇരിക്കേണ്ടത്. ഇനി നമുക്ക് ഡയറക്റ്റ് തന്നെ പാനിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്ക് ചുട്ടെടുക്കാം. നിങ്ങൾ ഇരുമ്പ് ചട്ടിയിലാണ്, അതായത് ദോശച്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നല്ലെണ്ണം നന്നായിട്ട് പുരട്ടിയതിന് ശേഷം മാവ് കോരി ഒഴിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ജീരകപ്പം ഈ രീതിയിൽ തന്നെ ഇരിക്കണം. നല്ലവണ്ണം ഹോൾസൊക്കെ വീണിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അടച്ചു വെക്കാം. ജസ്റ്റ് ഒരു 2-3 സെക്കൻഡ് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് നമുക്കിതുപോലെ എടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സൈഡ് മാത്രമേ നമ്മൾ നന്നായിട്ട് മൂപ്പിച്ച് എടുക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേ നോക്കൂ, ഞാനിത് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇത് കൈകൊണ്ട് എടുക്കുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ല സോഫ്റ്റായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഞാനൊരു നല്ല എരിവൊക്കെ ചേർത്തൊരു കടലക്കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറി ഇതിനകത്ത് ഉണ്ടാക്കാം. ഇതുപോലെ നല്ല എരിവൊക്കെ ചേർത്തൊരു മുളക് ചട്നി ഉണ്ടാക്കാം. എന്തായാലും ഇത് അതായത് എരിവ് നല്ലവണ്ണമുള്ള ഒരു കറി കൂട്ടി കഴിക്കണം. അപ്പോൾ ഇതുപോലൊന്ന് ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് ലൈക്കും ഹൈപ്പും ചെയ്തിട്ട്
അതിൻ്റെ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടും. അപ്പം ബൈ.